ഇന്ത്യയിലേക്ക് നിയമപരമായി കുടിയേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന കടുത്ത വിസ വിലക്കുകൾക്കും കുടിയേറ്റ നിയന്ത്രണങ്ങൾക്കും US ഫെഡറൽ കോടതി കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഗ്രീൻ കാർഡുകൾ, വർക്ക് പെർമിറ്റുകൾ, പൗരത്വം എന്നിവ മരവിപ്പിച്ചുകൊണ്ടുള്ള US സർക്കാരിന്റെ നടപടികൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് കോടതി റദ്ദാക്കി. കൃത്യമായ നിയമങ്ങൾ പാലിച്ച് അപേക്ഷ നൽകിയ 39 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് ഈ വിധിയിലൂടെ വൻ വിജയം കൈവന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസ്? ട്രംപ് ഭരണകൂടത്തിന്റെ എന്തൊക്കെ കുടിയേറ്റ നയങ്ങളാണ് കോടതി റദ്ദാക്കിയത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് ഈ പുതിയ കോടതി വിധി എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. റോഡ് ഐലൻഡിലുള്ള US ഡിസ്ട്രിക്ട് കോടതിയുടെ ചീഫ് ജഡ്ജ് ജോൺ മക്കേണൽ ആണ് കഴിഞ്ഞ ദിവസം 135 പേജുള്ള അതിനിർണായകമായ ഈ വിധി പുറപ്പെടുവിച്ചത്. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ വർഷം 39 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരുടെ ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ്, പൗരത്വം തുടങ്ങിയ കുടിയേറ്റ ആനുകൂല്യങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയ വിപുലമായ നയങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. ട്രംപിന്റെ വിവാദമായ ട്രാവൽ ബാൻ അഥവാ യാത്രാവിലക്ക് ലിസ്റ്റ് വിപുലീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ നയങ്ങളാണ് കോടതി ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഈ യാത്രാവിലക്കിലേക്കും കുടിയേറ്റ ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുന്നതിലേക്കും നയിച്ച സംഭവം എന്തായിരുന്നു? നമുക്കൊന്ന് നോക്കാം. വാഷിംഗ്ടൺ DC-യിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾ വെടിയേറ്റു മരിച്ച സംഭവത്തെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത്. 2021 അമേരിക്കയിലെത്തുകയും കഴിഞ്ഞ വർഷം അഭയം ലഭിക്കുകയും ചെയ്ത ഒരു അഫ്ഗാൻ പൗരനാണ് 2025 നവംബറിലുണ്ടായ ഈ മാരകമായ വെടിവെപ്പ് കേസിൽ പ്രതിയായത്. ഈ സംഭവത്തെ തുടർന്ന് ദേശീയ സുരക്ഷ മുൻനിർത്തി എന്ന പേരിൽ ട്രംപ് ഭരണകൂടം നിയമപരമായ കുടിയേറ്റ പ്രക്രിയകൾ കൂട്ടത്തോടെ മരവിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നയങ്ങൾക്കെതിരെ കോടതി നടത്തിയ രൂക്ഷമായ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജഡ്ജി ജോൺ തന്റെ വിധിന്യായത്തിൽ കുടിയേറ്റക്കാരെ ശക്തമായി പിന്തുണയ്ക്കുകയും US കുടിയേറ്റ ഏജൻസിയായ USCISന്റെ നടപടികളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാധിക്കപ്പെട്ട ഇമിഗ്രന്റുകൾ കൃത്യമായി എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കുകയും ആവശ്യമായ ഫീസുകൾ അടയ്ക്കുകയും ബയോമെട്രിക്സ് വിവരങ്ങൾ നൽകുകയും നേരിട്ടുള്ള ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ചെയ്തവരാണെന്ന് ജഡ്ജി പറഞ്ഞു. നിയമം പാലിച്ച് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന വ്യവസ്ഥിതിക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ അപേക്ഷകർ. എന്നാൽ അവർക്ക് ആനുകൂല്യം നിഷേധിക്കുകയാണ് ഏജൻസി ചെയ്തത് എന്ന് കോടതി കണ്ടെത്തി. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഇത്തരം ഒരു നയം നടപ്പിലാക്കാൻ യാതൊരുവിധ നിയമപരമായോ ഭരണപരമായോ ഉള്ള അധികാരമില്ല. ദേശീയ സുരക്ഷ എന്ന പദം ഒരു പുകമറയായി ഉപയോഗിച്ച് കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തോടെയാണ് ഏജൻസി പ്രവർത്തിച്ചത്. കോൺഗ്രസ് പാസാക്കിയ കുടിയേറ്റ നിയമങ്ങളെ ഏജൻസി തന്നെ ലംഘിക്കുകയാണ് ഉണ്ടായതെന്നും കോടതി പറഞ്ഞു. കോടതി പൂർണ്ണമായും റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ 4 പ്രധാന കുടിയേറ്റ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. US ബിസിനസ് ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ സ്ഥാപനമായ റെഡി ന്യൂമാൻ ബ്രൗൺ PC വ്യക്തമാക്കുന്നതനുസരിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ 4 പ്രധാന നയങ്ങളാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഒന്നാമത്തേത് ദ ബെനിഫിറ്റ്സ് ഹോൾ പോളിസിയാണ്. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ 39 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ സ്റ്റേറ്റസ് മാറ്റം, വർക്ക് പെർമിറ്റ്, പൗരത്വം എന്നിവയ്ക്കുള്ള അപേക്ഷകൾ അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിക്കുന്ന നിയമമായിരുന്നു ഇത് നിരവധി ആളുകൾക്ക് തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ദ ഗ്ലോബൽ അസൈലം ഹോൾ പോളിസിയാണ്. അപേക്ഷകർ ഏത് രാജ്യക്കാരാണെന്ന് നോക്കാതെ തന്നെ എല്ലാ തരത്തിലുള്ള അഭയ അപേക്ഷകളുടെയും തീർപ്പു കൽപ്പിക്കൽ പൂർണ്ണമായി തടഞ്ഞുവെച്ച നിയമമായിരുന്നു ഇത്. അടുത്തത് ദ കോംപ്രിഹെൻസീവ് റിവ്യൂ പോളിസിയാണ്. 2021 ജനുവരി 20-നോ അതിനുശേഷമോ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് US-ലേക്ക് എത്തിച്ചേരുകയും ഇതിനകം കുടിയേറ്റ ആനുകൂല്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്ത വ്യക്തികളുടെ അപേക്ഷകൾ പോലും വീണ്ടും പരിശോധിച്ച് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ USCIS ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്ന നയമായിരുന്നു ഇത്. അടുത്തത് ദ കൺട്രി സ്പെസിഫിക് ഫാക്ടേഴ്സ് പോളിസിയാണ്. പുതുക്കിയ USCIS പോളിസി മാനുവൽ വഴി യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ ഒരു നെഗറ്റീവ് പോയിന്റായി കണ്ട് അപേക്ഷകൾ തള്ളാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ നയമായിരുന്നു ഇത്. ട്രംപിന്റെ ഈ കുടിയേറ്റ വിലക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ബാധിച്ചിരുന്നത്? ആകെ 39 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും പാലസ്തീനിയൻ അതോറിറ്റി നൽകിയ യാത്രാരേഖകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെയുമാണ് ഈ നയം ബാധിച്ചിരുന്നത്.
2025 ജൂണിൽ ട്രംപ് പുറപ്പെടുവിച്ച ആദ്യ പ്രഖ്യാപനത്തിൽ 19 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇത് 39 രാജ്യങ്ങളായി ഉയർത്തുകയും 2026 ജനുവരി 1 മുതൽ ഇത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതിൽ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പ്രവേശനം പൂർണ്ണമായും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. 20 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടേത് ഭാഗികമായും തടഞ്ഞിരുന്നു. നേരത്തെ മറ്റു കോടതികളിൽ നിന്ന് ലഭിച്ച വിധികൾ കേസിൽ നേരിട്ട് പങ്കാളികളായ വ്യക്തികൾക്ക് മാത്രമായി താൽക്കാലിക ആശ്വാസം നൽകിയിരുന്നവയായിരുന്നു. എന്നാൽ ഈ പുതിയ വിധി നേരിട്ട് US സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വാധീനം വളരെ വലുതാണ്. നിയമപരമായ മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയൊരു വിജയമാണിതെന്ന് തന്നെ പറയാം.